തിരുവനന്തപുരം പെരുമ്പഴതൂരിൽ കനത്ത മഴയിൽ നാശനഷ്ടം. ഇന്നലെ രാത്രി വീശിയ കാറ്റിൽ വീടിന് മുകളിലേക്ക് മരമൊടിഞ്ഞു വീണു. വീട്ടിലുണ്ടായിരുന്ന ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പെരുമ്പഴതൂരിൽ നിന്ന് ഷിജോ കുര്യന്റെ റിപ്പോർട്ടാണ്. മഴക്കാലമായതോടെ വലിയ ഭീതിയിൽ തന്നെയാണ് മലയോര മേഖലയിലുള്ള ആളുകൾ കഴിയുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിലുള്ള ആളുകൾ എപ്പോഴും രാത്രിയായാലും മഴയായാലും ഒക്കെ വലിയ ആശങ്കയിൽ തന്നെയാണ് കഴിയുന്നത്. ഏത് സമയത്തും എന്തും സംഭവിക്കാം എന്നുള്ള ആശങ്ക മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്കുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തിന്റെ പെരുമ്പഴതൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഈ പെരുമ്പഴതൂരിൽ ഇന്നലെ രാത്രി നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിന്റെ നഗരഹൃദയത്തിലും മലയോര മേഖലകളിലും അടക്കം വലിയ കാറ്റാണ് ഇന്നലെ രാത്രിയോടുകൂടി വീശിയത്. ഈ പറയുന്നത് പോലെ ഒരു മിന്നൽ ചുഴലി എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള വലിയ കാറ്റ് ഇന്നലെ രാത്രി തിരുവനന്തപുരത്തിന്റെ പല ഇടങ്ങളിലും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ആഞ്ഞു വീശിയിരുന്നു. അതിനിടയിൽ പലയിടങ്ങളിലേക്കും വീടുകളിലേക്കടക്കം മരം കടപുഴകി വീഴുകയും അങ്ങനെ വീടിന് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ തിരുവനന്തപുരം പെരുമ്പഴതൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീടിന് മുമ്പിൽ നിന്ന മരമാണ് കടപുഴകി വീണത്. ഈ മരം പൂർണ്ണമായിട്ട് ഈ രണ്ട് വീടിന്റെ മുകളിലേക്കാണ് വീണത്. ഒരു വീട്ടിൽ ഒരു പ്രായമായ ഒരു അമ്മയും മറ്റു വീട്ടിൽ ഈ പറയുന്ന ഒരു 3 പേരും ഉണ്ടായിരുന്നു. അവർക്ക് ആർക്കും മറ്റ് കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലെ എപ്പോഴാ വീട്ടിൽ ഇത് വീണത്? അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ? എവിടെ ഇരുന്നിരുന്ന ഈ മരം വീണപ്പോ? വീട്ടിൽ നിന്നിട്ട് മരം വീണപ്പോ അകത്തേക്ക് ഓടിപ്പോയി. അവന് ഇതിങ്ങനെ വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് എന്തോ പിന്നെ എന്തോ പൊട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ മുറിയിട്ടൊന്ന് നോക്കിയപ്പോൾ ഈ മരമാണ്. ഞാൻ ഓടി അങ്ങ് അടുക്കളയിലോട്ട് പോയി. പേടിച്ചു പോയല്ലേ? അപ്പുറത്തെ വീട്ടിൽ ആളുണ്ടായിരുന്നല്ലേ? ഞങ്ങൾ 3 ആളുണ്ടായിരുന്നു. പക്ഷെ ഈ മരം വരുന്നത് ആദ്യത്തെ വന്ന സ്റ്റെപ്പില് ഇവിടെ ടാങ്കിന്റെ പുറത്താണ് ഇങ്ങനെ തട്ടി നിന്നതിന് ശേഷം ഒരാളിങ്ങനെ വടം വിട്ട് വലിച്ച് പതുക്കെ സ്റ്റെപ്പായിട്ട് വലിക്കുന്നത് പോലെയായിരുന്നു ഈ കവരം വന്ന് വീണത്. ഈ തടി മൊത്തത്തിലങ്ങ് വന്ന് വീണത്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഒരു അപകടം ഉണ്ടായിട്ടില്ല. അവിടെ ഒരു കല്ലുണ്ട്. ഈ കല്ല് തട്ടിയത് കൊണ്ടും അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് വീടിന് മുകളിലേക്ക് വീടിനൊന്നും നാശനഷ്ടം ഉണ്ടാവാതിരുന്നത് അല്ലേ? അതെ, വീടിനും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് 4 ആളിനും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. എന്തായാലും അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഈ 2 മരം വീണുവെങ്കിൽ പോലും വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അപ്പോഴും ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ വലിയ ആശങ്കയിലാണ്. ഉള്ളൊരു മലയാണ്, മൊത്തം മലയാണ്. അത് ഇതേപോലെ റബ്ബർ ഇതെല്ലാം ഉണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും ബാധിച്ചില്ല, ഇങ്ങോട്ടാണ് ബാധിച്ചത്. ഞാനും എന്റെ മോനും അകത്തിരിക്കുകയാണ് മാമിയായിട്ട്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. എന്തായാലും അത്ഭുതകരമായിട്ട് തന്നെയാണ് ആളുകൾ രക്ഷപ്പെട്ടത്. വീടിന് അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ ഇവിടെ കുറേയധികം വീടുകളുണ്ട്, അതുപോലെ ഒരുപാട് മരങ്ങളും വരുന്ന വഴിക്കൊക്കെ കുറേയധികം തെങ്ങടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതിനകത്ത് വലിയ നാശനഷ്ടം ഉണ്ടാകാതെ പോയത് ഇത് വാട്ടർ ടാങ്കിൽ തട്ടി നിന്നതുകൊണ്ടാണ്. വീടിനും ആളുകൾക്കും ഒരു തരത്തിലുമുള്ള നാശനഷ്ടം ഉണ്ടാവാതിരുന്നത്. എന്തായാലും ആളുകൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിലുള്ള ആളുകൾ വലിയ ആശങ്കയിൽ തന്നെയാണ് മഴക്കാലമായാൽ കഴിയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നലെ നഗരത്തിന്റെ പലയിടങ്ങളിലും മരമടക്കം പൊടിഞ്ഞു വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനും അപ്പുറത്തേക്ക് നഗരത്തിൽ അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ മലയോര മേഖലയിൽ എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യത്തോടുകൂടി തന്നെയാണ് മലയോര മേഖലയിലുള്ള ആളുകൾ കഴിയുന്നത്. പലയിടങ്ങളിലും മരം ഒടിഞ്ഞു വീണ് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനിയും കൂടുതൽ മഴ പെയ്യാൻ പോകുന്നു, അതുപോലെ തന്നെ വലിയ കാറ്റ് വരുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ആശങ്ക ആളുകൾക്കുണ്ട്. അപ്പോൾ ഇനി എന്താകുമെന്നറിയാത്ത ആശങ്കയിലാണ് ആളുകൾ കഴിയുന്നത്. എന്തായാലും വലിയ ജാഗ്രതയോടുകൂടി തന്നെ ഓരോ ദിവസവും കഴിച്ചുകൂട്ടുകയാണ്. തിരുവനന്തപുരം പെരുമ്പഴതൂരിൽ നിന്ന് ബിജു മടവൂരിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.